ഹായ് ഹലോ നമസ്കാരം. P3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് സൈക്കോളജിയിലെ ചില ചോദ്യങ്ങളുമായിട്ടാണ്. ഓക്കെ, സൈക്കോളജിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ കഴിഞ്ഞ UPക്ക് ചോദിച്ച രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ചേരുംപടി ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമുക്ക് അറിയാത്ത ഓപ്ഷൻസ്, അറിയാത്ത സംഭവങ്ങളൊക്കെ അതിനകത്ത് കാണും. എന്നിരുന്നാലും അറിയുന്നതും അതിനകത്തുണ്ടാവും. ആ അറിയുന്നത് വെച്ച് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താനും സാധിക്കും. കഴിഞ്ഞ UPക്കൊക്കെ അങ്ങനെ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ LPക്കും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ഒരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കാം. ഒരു 10 ചോദ്യങ്ങളാണ് നോക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്യുക. കാരണം ചോദ്യങ്ങൾ ഇത്തിരി വലുതായിരിക്കും അല്ലേ. കുറച്ച് സൈക്കോളജിയുടെ ചോദ്യങ്ങൾ എപ്പോഴും വലുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അതൊന്ന് പോസ് ചെയ്ത് വായിച്ച് ഉത്തരത്തിലേക്ക് എത്തി ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ അവസാന ഉത്തരങ്ങൾ എന്ത് ചെയ്യുന്നതാണ്, പരിശോധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം തന്നെ വന്നിട്ടുള്ളത്. ഈ ചോദ്യം വന്നിട്ടുള്ളത് നമ്മുടെ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം: ലോക ഭൂപടത്തിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ നിഴലും വെളിച്ചവും നൽകി വേർതിരിച്ചു കാണിക്കുന്നു. ഇത് ഒന്നാണ് കൊടുത്തിരിക്കുന്നത്. ചേരുംപടി ചേർക്കുന്നതിൽ A പാർട്ടിലുള്ള കാര്യം, ഇത് B പാർട്ടിലുള്ള കാര്യം. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ ഒന്നാമത്തേത് അതാണ്. രണ്ടാമത്തേത് ഭൂമിശാസ്ത്ര അറ്റ്ലസ്, വെർച്വൽ ഗ്ലോബ് എന്നിവ അടങ്ങുന്നു. 2. 3. ഡിജിറ്റൽ പഠന വിഭവങ്ങളും മൂല്യനിർണ്ണയോപാധികളും നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു സ്വതന്ത്ര പ്രോഗ്രാം. ഓക്കെ. 4. മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും താരതമ്യം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. ഈ 4 എണ്ണമാണ് ഉള്ളത് A പാർട്ടിൽ. ഇനി B പാർട്ടിൽ ആ സോഫ്റ്റ്വെയറുകളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്, ശ്രദ്ധിക്കുക. ഇവിടെ വന്നിട്ടുള്ളത് കാൽസ്യം എന്നുള്ളതാണ്. 2 EXE സോഫ്റ്റ്വെയർ, 3 മാർബിൾ, 4 സൺ ക്ലോക്ക് എന്നുള്ളതാണ്. ഇതിൽ അത്യാവശ്യം ഒരുവിധം ഇത് ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇതിൽ ചിലപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കിട്ടിയത് അത് വെച്ചിട്ട് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് ചേർത്ത് നോക്കുക. എന്നിട്ട് ആ ചേർന്നത് ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻസ് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ കഴിയും. നമ്മളത് ആൻസർ നോക്കുന്ന സമയത്ത് നമുക്കത് പരിശോധിക്കാം, അതെങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കുക. രണ്ടാമത്തെ ചോദ്യം തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ചുവടെ ഒന്ന് പോസ് ചെയ്ത് വായിച്ചോളൂ കേട്ടോ. ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനകൾ വായിച്ച് ഋണപ്രഫലനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതാണ് നമ്മുടെ ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. അതിൽ പ്രസ്താവനകൾ തന്നിട്ടുള്ളത്, ഒന്നാമത്തെ പ്രസ്താവന തന്നത്: മികച്ച ഉൽപാദനക്ഷമതയുടെ അടിസ്ഥാനത്തിൽ ഫാക്ടറിയിലെ ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നു. 2. ക്ലാസ്സിൽ നൽകുന്ന പ്രശംസകളും അംഗീകാരവും. 3. യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടികളെ നോട്ട്ബുക്കിൽ പാഠഭാഗം പകർത്തി എഴുതി കൊണ്ടുവരാനുള്ള അസൈൻമെന്റിൽ നിന്നും ടീച്ചർ ഒഴിവാക്കുന്നു. 4. അശാസ്യമായ പ്രതികരണത്തിന് ഉടൻ തന്നെ സംതൃപ്തിജനകമായ ചോദകം നൽകുന്ന പ്രക്രിയ. ഇവിടെ 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ഈ പ്രസ്താവന 4 വായിച്ചപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഇത് മറന്നു പോയിട്ടുണ്ടാവും. ഇവിടെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. ഇവിടെ തന്നിട്ടുള്ള പ്രസ്താവനകൾ വായിച്ചിട്ട് ഋണപ്രഫലനവുമായി ബന്ധപ്പെട്ട് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ 3 മാത്രം, 3ഉം 4ഉം മാത്രം, 4 മാത്രം, ഇവയെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും അല്ലെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ധനപ്രബലനവും ഋണപ്രബലനവുമാണ് തന്നിട്ടുള്ളത്. ഈ 4 നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ധനപ്രബലനം ഏതാണ്. ധനപ്രബലനം പോസിറ്റീവ് ആണെന്ന് എഴുതി നോക്കുക, ഋണപ്രബലനം ഏതാണെന്ന് നോക്കുക, അപ്പൊ കിട്ടും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഋണപ്രബലനവുമായി ബന്ധപ്പെട്ടതാണ്. ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. ഇതിൽ ഉത്തരം നോക്കുക. ഇതിലിപ്പോൾ നോക്കിയ ശേഷം ഇവിടേക്ക് വന്നാൽ നമുക്ക് അതിലേക്ക് ഉത്തരം എത്താൻ പറ്റും. ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ചോദ്യം വലിപ്പമുണ്ട് എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ടതില്ല. മൂന്നാമത്തെ ചോദ്യം അഗെയിൻ ചേരുംപടി ചേർക്കാനാണ്. A പാർട്ട് തന്നിട്ടുണ്ട്, B പാർട്ട് തന്നിട്ടുണ്ട്. ദ്വിഘടക സിദ്ധാന്തം, ബഹുഘടക സിദ്ധാന്തം, സംഘഘടക സിദ്ധാന്തം, ത്രിമുഖ സിദ്ധാന്തം. JP ഗിൽഫോർട്ട്, തേഴ്സ്റ്റൺ, തോണ്ടേക്കർ, ചാൾസ് പിയർമാൻ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. പാർട്ട് ബിയിൽ തന്നിട്ടുള്ളത്. A പാർട്ട് B പാർട്ട് നോക്കുന്നു, മാച്ച് ചെയ്ത് നോക്കുന്നു. അടുത്തതായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അതിൻ്റെ ഓപ്ഷൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കുക, ഒന്ന് പോസ് ചെയ്യുക. അതിൻ്റെ ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് മാച്ച് ചെയ്തത് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എടുക്കുക കേട്ടോ. ഇത് മാച്ച് ചെയ്താൽ മാത്രം പോരാ, ശ്രദ്ധയോടുകൂടി അത് ഇവിടെ കണ്ടെത്താനും നമ്മൾ പരീക്ഷാ ഹാളിലിരുന്ന്
ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കാണ്. 4ാമത്തെ ചോദ്യം, അധ്യാപക കേന്ദ്രീകൃത പഠന രീതി എന്തെന്ന് കണ്ടെത്തുക. അധ്യാപക കേന്ദ്രീകൃത പഠന രീതി. അപ്പോൾ ഇതിനകത്ത് തന്നിട്ടുള്ളത് എന്തായിരിക്കണം? ശിശു കേന്ദ്രീകൃതവും അധ്യാപക കേന്ദ്രീകൃതവുമാണ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ശിശു കേന്ദ്രീകൃതം ഏതാണെന്ന് വേർതിരിച്ചറിഞ്ഞാൽ അല്ലേ അധ്യാപക കേന്ദ്രീകൃതം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അധ്യാപക കേന്ദ്രീകൃതം ഏതാണെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ പഠന രീതി അധ്യാപക കേന്ദ്രീകൃതം, പ്രശ്ന പരിഹരണ രീതി, അന്വേഷണാത്മക രീതി, പ്രൊജക്റ്റ് രീതി, ഡെമോൺസ്ട്രേഷൻ രീതി. ഒന്ന് ശ്രദ്ധിക്കുക, എളുപ്പമുള്ള ചോദ്യമാണ്. 5ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. എ പാർട്ട് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബി പാർട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മാച്ച് ചെയ്യണം. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, ക്രിയാ ഗവേഷണം, ആത്മനിഷ്ഠാ രീതി, സോഷ്യോമെട്രി. റോഷെ, വില്യം വൂണ്ട്, മൊറീനോ, സ്റ്റീഫൻ എം കോറി. നോക്കണു, ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതുക, പോസ് ചെയ്യണം, നോക്കുക, ആൻസർ കമന്റ് ചെയ്യുക. 6ാമത്തെ ചോദ്യം, കുട്ടികളിൽ മെറ്റാകോഗ്നിറ്റീവ് ശേഷികൾ വികസിപ്പിക്കുന്നതിനായി പരിശ്രമിക്കുന്ന ഒരധ്യാപികയ്ക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ പഠന രീതി ഏത്? ലെക്ചറിങ്, മസ്തിഷ്കോച്ചാടനം, ജേർണലിങ്, പാരായണം. ഏതാണ് എന്നുള്ളത് പറയുക, കമന്റ് ചെയ്യുക കേട്ടോ. 7ാമത്തെ ചോദ്യം, അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഒരു ഗ്രൂപ്പായി കാണുന്ന നിയമമാണ് എന്ത്? അതെന്താണെന്ന് നിങ്ങൾ എഴുതുക. പൂർത്തീകരണം, സാദൃശ്യം, സാമീപ്യം, തുടർച്ച. കിട്ടിയോ? 7 ചോദ്യം. 8ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എറിക്സന്റെ മാനസിക സാമൂഹിക വികസന സിദ്ധാന്തത്തിൽ കൗമാര കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത് എങ്ങനെ? എറിക്സന്റെ മാനസിക സാമൂഹിക വികസന സിദ്ധാന്തത്തിന്റെ കൗമാരകാലമാണ് ചോദിക്കുന്നത്. കൗമാര കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത് വിശ്വാസം വേഴ്സസ് അവിശ്വാസം, അധ്വാനം അപകർഷത, സത്വസ്ഥാപനം വേഴ്സസ് എന്താണ് സത്വപ്രതിസന്ധി, മുൻകൈയെടുക്കൽ കുറ്റബോധം. ഇതിലേതാണ് കൗമാര കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചോദിച്ചിട്ടുള്ളത്. 9ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. കുറച്ച് വലിയ ചോദ്യം പോലെ തോന്നും, പോസ് ചെയ്ത് വായിക്കുക, എളുപ്പമുള്ള ചോദ്യമാണ്. താഴെ തന്നിട്ടുള്ള സവിശേഷതകൾ പരിശോധിച്ച് പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഘട്ടം തിരിച്ചറിയുക. അപ്പോൾ പിയാഷെയുടെ കൊഗ്നിറ്റീവിൻ്റെ ഘട്ടം ഉണ്ടല്ലോ, അപ്പോൾ ആ ഘട്ടങ്ങൾ അല്ലേ, വയസ്സ്, സവിശേഷതകൾ നിങ്ങൾ എന്തായാലും പെട്ടിയിട്ട് പിടിച്ച കാര്യമായിരിക്കും. അതിലൂടെ സവിശേഷത തന്നിട്ടുണ്ട്, ഘട്ടം ഏതാണെന്ന് കണ്ടെത്തിയാൽ മാത്രം മതി, എളുപ്പമാണ്. ഇവിടെ ഇങ്ങനെ തന്നിട്ടുള്ളത് എന്താ? ഘട്ടങ്ങളാണ്. അതിന് മുകളിലാണ് സവിശേഷത തന്നിട്ടുള്ളത്. തൻ്റെ മുന്നിൽ അനുഭവവേദ്യമായ പ്രശ്നങ്ങളെക്കുറിച്ച് യുക്തിപൂർവം ചിന്തിക്കാൻ കഴിയുന്നു, ചിന്തയിൽ സ്ഥിരത ആർജിക്കുന്നു, പല സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് നിഗമനത്തിൽ എത്തിച്ചേരുന്നു, പ്രത്യാവർത്തനത്തിനുള്ള കഴിവ് ആർജിക്കുന്നു, ഭൂതം, വർത്തമാനം, ഭാവി എന്നിവ മനസ്സിലാക്കുന്നു. ഈ 5 സവിശേഷതകൾ ഏത് ഘട്ടത്തിലാണ്, പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഏത് ഘട്ടത്തിലാണ് ഇത് വരുന്നത് എന്നാണ് ചോദ്യം. ഇന്ദ്രിയ ചാലകഘട്ടം, പ്രാഗ് മനോവ്യാപാരഘട്ടം, മൂർധ മനോവ്യാപാരഘട്ടം, ഔപചാരിക മനോവ്യാപാരഘട്ടം. കിട്ടിയില്ലേ? 9 ചോദ്യങ്ങളായി. 10ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 10ാമത്തെ ചോദ്യം എഗെയിൻ ചേരുംപടി ചേർക്കാനാണ് വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണം, ചേരുംപടി ചേർക്കുക. എ പാർട്ട് ഉണ്ട്, ഓസ്ബൽ അല്ലേ, പാവ്ലോവ്, സ്കിന്നർ, കോഹ്ലർ എങ്ങനെ തന്നിട്ടുള്ളത്. ബി പാർട്ടിൽ നമുക്ക് തന്നിട്ടുള്ളത് ക്ലാസിക്കൽ കണ്ടീഷനിങ്, അർത്ഥവത്തായ പഠനം, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് അഥവാ ഇൻസൈറ്റ്ഫുൾ പഠനം, ഒപ്പറന്റ് കണ്ടീഷനിങ് എന്നിങ്ങനെയാണ് 4 ബി പാർട്ട് തന്നിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നന്നായിട്ട് നോക്കിയാൽ ഇത്ര എളുപ്പമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മൾ നോക്കി. ഇതിൽ ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ, ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യത്തേത് നോക്കാം. 1ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ് 1ാമത്തെ ചോദ്യം. അപ്പോൾ ലോക ഭൂപടത്തിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്നു അല്ലേ. രാത്രിയും പകലും എന്ന് പറയുമ്പോൾ തന്നെ സൂര്യനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സൺ ക്ലോക്കിലേക്ക് വരാൻ കഴിയും, എളുപ്പമായിട്ട് വരാൻ കഴിയും. സൺ ക്ലോക്ക് എന്നുള്ളതിലേക്ക് വരാം. ഭൂമിശാസ്ത്ര അറ്റ്ലസ്, വിർച്വൽ ഗ്ലോബ് എന്നിവ അടങ്ങുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർബിൾ ആണ് കേട്ടോ. അതേതാണ്? മാർബിൾ ആണ്, മാർബിൾ. ഇനി മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയാനും താരതമ്യം ചെയ്യാനും ആണെങ്കിൽ അത് കാൽസ്യം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഡിജിറ്റൽ പഠന വിഭവങ്ങളും മൂല്യനിർണ്ണയോപാധികളും നിർമ്മിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര പ്രോഗ്രാം ചോദിച്ചാൽ അത് EXE സോഫ്റ്റ്വെയർ ആണ്. EXE സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാത്തിനും ഉത്തരം കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് എടുത്ത് നോക്കാം.
ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി, എളുപ്പമാണ്. ഓക്കെ, നല്ല എളുപ്പമുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തണം. നമ്മളിത് എന്ത് ചെയ്തു, മാച്ച് ചെയ്തു. ഇനി ഇത് ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും താരതമ്യം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നത് 4 എന്ന് പറയുന്നത് അല്ലേ, 4A ആണ്. 4A ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക അല്ലേ. 4A ഉള്ള 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ എന്തായാലും C അല്ല. സമയം ഇത്രയൊന്നും കളയേണ്ടതില്ല, നമുക്കറിയുന്നത് മാത്രം നോക്കിയാലും കിട്ടും. ജസ്റ്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി ഇവിടെ നോക്കാം. മൂന്നാമത്തെ, ഡിജിറ്റൽ പഠന വിഭവങ്ങളും മൂല്യനിർണ്ണയോപാധികളും നിർമ്മിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചാൽ EXE ആണ്. അപ്പോൾ 3B ആണ്. 3B ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. ഇതല്ല, 3B ഉള്ള 2 ഓപ്ഷൻ ആണുള്ളത് അല്ലേ. ഇനി 2 ഭൂമിശാസ്ത്ര അറ്റ്ലസ്, വെർച്വൽ ഗ്ലോബ് എന്നിവ അതേതാണ്, മാർബിൾ ആണ്. അപ്പോൾ 2C ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. 2C ഉള്ള ഒരു ഓപ്ഷനേ ഉള്ളത്, ഓപ്ഷൻ A ആണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം A ആണ്. കിട്ടിയില്ലേ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയുമായിട്ട് ഋണപ്രബലവുമായി ബന്ധപ്പെട്ട പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. മികച്ച ഉൽപാദനക്ഷമതയുള്ള അടിസ്ഥാനത്തിൽ ഫാക്ടറിയിലെ ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യം നൽകുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലേ? ആണ്. ഇവിടെ ചോദിച്ചത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പം അതല്ല. 2 ക്ലാസ്സിൽ നൽകുന്ന ആശംസകൾ, പ്രശംസകൾ, അംഗീകാരം ഇതൊക്കെ പോസിറ്റീവ് ആണ്. അപ്പോൾ അതുമല്ല. ഇനി യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടികളെ നോട്ട്ബുക്കിൽ പാഠഭാഗം പകർത്തി എഴുതിക്കൊണ്ട് വരാനുള്ള അസൈൻമെന്റിൽ നിന്നും ഒഴിവാക്കുന്നു. ഇതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം വരുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇതാ ഇവിടെ എന്താ പറയുന്നത്, ഇത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താണ് എന്നുള്ളതാണ്. അശാസ്യമായിട്ടുള്ള പ്രതികരണത്തിന് ഉടൻ തന്നെ സംതൃപ്തിജനകമായ ചോദകം നൽകുന്ന പ്രക്രിയ, അത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. നമ്മുടെ ചോദ്യം നെഗറ്റീവ് ആയതുകൊണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താണ് എന്നുള്ളതായതുകൊണ്ട് തന്നെ ഇവിടെ 3 മാത്രം എന്നുള്ള A ആണ് ശരി ഉത്തരം. 3 മാത്രം എന്നുള്ളതാണ്. നമ്മൾ തെറ്റാൻ സാധ്യതയുണ്ട്. 4 മാത്രം തന്നിട്ടുണ്ട്, 3 4 തന്നിട്ടുണ്ട്, 3 മാത്രമാണ് കേട്ടോ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ദ്വിഘടക സിദ്ധാന്തം, ബഹുഘടക സിദ്ധാന്തം, സംഘഘടക സിദ്ധാന്തം, ത്രിമുഖ സിദ്ധാന്തം. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയുന്നതായിരിക്കും അല്ലേ. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ദ്വിഘടക സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പിയർമാനുമായി ബന്ധപ്പെട്ടതാണ്. സ്പിയർമാനുമായി ബന്ധപ്പെട്ടതാണ് ദ്വിഘടക സിദ്ധാന്തം. ബഹുഘടക സിദ്ധാന്തം എന്ന് പറയുന്നത് തൊണ്ടേക്കുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ബഹുഘടക സിദ്ധാന്തം തൊണ്ടേക്കുമായി ബന്ധപ്പെട്ടതാണ്. ഇനി സംഘഘടക സിദ്ധാന്തം എന്ന് പറയുന്നത് തേഴ്സ്റ്റണുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അതുപോലെ തന്നെ ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ലേ. ദ്വിഘടക സിദ്ധാന്തം ചാൾസ് സ്പിയർമാൻ. അപ്പോൾ 1 എന്ന് പറയുന്നത് D ആണ് അല്ലേ. 1D ആണ്. 1D ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക അല്ലേ. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. 1D. അപ്പോൾ A അല്ല എന്നുള്ളത് ഉറപ്പായി. 1D. ഇനി ബഹുഘടക സിദ്ധാന്തം തൊണ്ടേക്കാണ്. 2C ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക. അപ്പോൾ D അല്ല അല്ലേ. 2 ഉള്ളത്. അടുത്തത് സംഘഘടക സിദ്ധാന്തം. സംഘഘടക സിദ്ധാന്തം എന്ന് പറയുന്നത് 3B ആണ് വരുന്നത്. തേഴ്സ്റ്റൺ ആണ്. അപ്പോൾ 3B ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കിയാൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഉത്തരത്തി ഓപ്ഷൻ B ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ത്രിമുഖ സിദ്ധാന്തം കിട്ടിയില്ലേ. ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡ് ആണ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, അധ്യാപക കേന്ദ്രീകൃത പഠന രീതി ഏതെന്ന് കണ്ടെത്തുക. പ്രശ്ന പരിഹരണ രീതി, അത് ശിശു കേന്ദ്രീകൃത പഠന രീതിയാണ്. അന്വേഷണാത്മക പഠന രീതി, അന്വേഷണാത്മക രീതി ശിശു കേന്ദ്രീകൃതമാണ്. അവിടെ ശിശുവിനാണ് പ്രാധാന്യം. പ്രൊജക്റ്റ് രീതി ആർക്കാ പ്രാധാന്യം? ശിശുവിനാണ്. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ രീതിയിലാണ് അധ്യാപക കേന്ദ്രീകൃതം. അവിടെ അധ്യാപകർക്കാണ് എന്ത് പ്രാധാന്യം വരുന്ന. ഓപ്ഷൻ D ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ആരുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നോക്കിയാൽ മാത്രം മതി. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ആരുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തതിലേക്ക് പോവാം. ക്രിയാഗവേഷണം ആരുമായി ബന്ധപ്പെട്ടതാണ്? അറിയാം, സ്റ്റീഫൻ എം കോറിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇങ്ങനെ വരച്ച് നോക്കാം. സ്റ്റീഫൻ എം കോറി. ഇനി സോഷ്യോമെട്രി നമുക്കറിയാം, ജയൽ മൊറീനോ ആണ്. D പറയുന്നത് ജയൽ മൊറീനോ. അപ്പോൾ ഇത് 2 കിട്ടിയാൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതിൽ കിട്ടില്ലേ. ഇത് 2 കിട്ടിയാൽ തന്നെ ഓപ്ഷനിലേക്ക് നോക്കിയാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. B 4 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക. B 4 ഉള്ള 3 ഓപ്ഷൻ ഉണ്ട് ശരി. D 3 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക. D 3 ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാ?
ഓപ്ഷൻ ബി. അപ്പോൾ അതിലേക്ക് വന്നാൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തി. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. എന്നാൽ നമുക്കിതിലൊന്നും നോക്കാം അല്ലേ. ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ, ഒന്ന് ഹെർമൻ റോഷയാണ്. അപ്പോൾ ഇനി ക്രിയാഗവേഷണവും നമ്മൾ പറഞ്ഞു, സോഷ്യോമെട്രിയും പറഞ്ഞു. ആത്മനിഷ്ഠാ രീതി ആരുമായി ബന്ധപ്പെട്ടതാണ്? വില്യം അല്ലേ. ആത്മനിഷ്ഠാ രീതി എന്ന് പറയുന്നത് വില്യം വൂണ്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയില്ലേ? എളുപ്പമായിട്ട് കിട്ടും, സിമ്പിളാണ്. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യത്തിലേക്ക് വരാം. കുട്ടികളിൽ മെറ്റാകോഗ്നിറ്റീവ് ശേഷികൾ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനായി പരിശ്രമിക്കുന്ന ഒരു അധ്യാപകയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ പഠന രീതി എന്ന് പറയുന്നത് ഒരു ധാരണയുണ്ടാക്കി വരികയല്ലേ. അപ്പോൾ ജേർണലിംഗ് ആണ് ഇവിടുത്തെ ഉത്തരം പറയുന്നത് കേട്ടോ. ജേർണലിംഗ് ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ഏഴാമത്തെ ചോദ്യം, അടുത്തിരിക്കുന്ന വസ്തുക്കളെ ഒരു ഗ്രൂപ്പായി കാണുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? അല്ലേ, സാമീപ്യമാണ്. അടുത്തിരിക്കുന്നതാണ്, സാമീപ്യമാണ്. എട്ടാമത്തെ ചോദ്യം, എറിക്സന്റെ മാനസിക സാമൂഹിക വികസന സിദ്ധാന്തത്തിൽ കൗമാര കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നത് വിശ്വാസം, അവിശ്വാസം, അധ്വാനം, അപകർഷത, സത്വസ്ഥാപനം അല്ലേ, സത്വപ്രതിസന്ധി. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് വരാം. താഴെ തന്നിട്ടുള്ള സവിശേഷതകൾ പരിശോധിച്ച് പിയാഷെയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഘട്ടം തിരിച്ചറിയുക. ഇവിടെ ചിന്തയിൽ സ്ഥിരത ആർജിക്കുന്നതും പ്രത്യാവർത്തനത്തിലുള്ള ശേഷി, ഭൂതം, വർത്തമാനം, ഭാവി അല്ലെ, ഇതെല്ലാം വരുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ മൂർത്ത മനോവ്യാപാര ഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം, മൂർത്ത മനോവ്യാപാര ഘട്ടം. പത്താമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാനാണ്. അഗെയിൻ ചേരുംപടി ചേർക്കുക. ഓസ്ബെല്, പാവ്ലോ, ബിയോഫ് സ്കിന്നർ, കൊഹ്ലർ, ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കണം, തെറ്റാൻ സാധ്യതയുള്ളതാണ് ഇത്. ഇവിടെ ഈ ഒരു ഭാഗം ഈ എ ബി സി സ്മോൾ ലെറ്റർ വരുന്നത് അല്ലേ, ഈ എ ബി സി ആണ് ഉദ്ദേശിക്കുന്നത്. ഈ 1, 2, 3 എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ അല്ലേ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കേണ്ടത് ഓസ്ബൽ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് നോക്കുക. അതല്ല ഓസ്ബൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പാവ്ലോ വഴിയുണ്ട്. പാവ്ലോ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. ബി പറയുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. അപ്പോൾ B1 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക. B1 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട് അല്ലേ? ബി ആണ്. B1 ഏത് ഓപ്ഷൻ? എ ആണ്. അപ്പോൾ ഉത്തരം എ ആണെന്ന് നമുക്ക് ഇവിടെ തന്നെ എത്തി. അവിടെ നിന്ന് സമയമൊന്നും കളയേണ്ടതില്ല, ഇങ്ങനെ എത്താം. നമ്മൾ ജസ്റ്റ് പഠിക്കുന്നതുകൊണ്ട് എല്ലാം നോക്കി പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ A2 അല്ലേ, എ എന്ന് പറയുന്നത് ഓസ്ബല് അർത്ഥവത്തായ പഠനമാണ്. BF സ്കിന്നർ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, BF സ്കിന്നർ A4 ഓപ്പറൻ കണ്ടീഷനാണ്. കൊഹ്ലർ ഇൻസൈറ്റ്ഫുൾ പഠനം ആണ് എന്ത് കൊഹ്ലറുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ ഒറ്റ ഉത്തരം അറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ 10 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. 10ൽ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് പഠിക്കുക. ഓക്കെ, ഓരോന്നും എടുത്ത് പഠിക്കുക. നമുക്കൊരു ചേരുംപടി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് അല്ലേ അതിനകത്ത് പഠിക്കാൻ നമുക്ക് 4 കാര്യങ്ങളുണ്ട് ഒരു ചേരുംപടിയിൽ തന്നെ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ നോക്കിപ്പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. സൈക്കോളജി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മുടെ UPയുടെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്താൽ നമുക്ക് സൈക്കോളജി LPയിലും ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയും. കാരണം UPയിൽ ഫുൾ മാർക്ക് വാങ്ങിയ ആളുകളുണ്ട്, 18, 19 മാർക്ക് വാങ്ങിയ ആളുകളുണ്ട്. സൈക്കോളജി വലിയ പ്രതീക്ഷിച്ച പോലെ പാടൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ഒന്ന് നോക്കിപ്പോയവർക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ LPയും അതേപോലെ തന്നെ അതിൽ കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. 19, 20 വാങ്ങാൻ കഴിയട്ടെ. അങ്ങനെ ഉള്ള രീതിയിൽ തന്നെ പഠനം കൊണ്ടുപോവുക. അടുത്ത ദിവസം പുതിയ സൈക്കോളജിയുടെ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.